എൻ്റെ 18 വയസ്സുള്ള ഭാര്യ. എക്സാമിൻ്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്കൊന്നും എങ്ങനെ പഠിക്കാത്തതുകൊണ്ട് +2 എക്സാം, എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എൻ്റെ കൂടെ. എന്നിട്ട് ഇതിനെ തീറ്റിപ്പോറ്റലാണ്. ഇവരൊക്കെ ആരാ എന്നല്ലേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അത് തന്നെയാണ് ഇവരുടെ വീഡിയോ കണ്ട സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൺലൈൻ മീഡിയാസൊക്കെ ഇവരുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ ഒരു പെൺകുട്ടി 18 വയസ്സായപ്പോഴേക്കും +2 പരീക്ഷ എഴുതാൻ കഴിയില്ലാത്തത് കൊണ്ട് ഈ ഒരു ചെറുക്കൻ്റെ കൂടെ അങ്ങോട്ട് ഒളിച്ചോടിയത് ആ ചെറുക്കൻ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്ന് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. അതിന് നല്ല വ്യൂസും ഉണ്ട്. ഇപ്പം രണ്ടുപേരും സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നു. എന്തായാലും ഒളിച്ചോടിയ വകയിൽ രണ്ടാളും ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു വകയിൽ ഇവരെ രണ്ടുപേരെയും പിടിച്ചിട്ട് ഓൺലൈൻ മീഡിയാസൊക്കെ കൂടി ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലമായിട്ട് ഓൺലൈൻ മീഡിയാസിൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാം ഇതുപോലെ ഒളിച്ചോടി വന്ന 10ഉം 18ഉം വയസ്സുള്ള കുട്ടികളുടെയാണ്. സത്യം പറഞ്ഞാൽ എന്ത് കാര്യത്തിനാണ് ഇവരിങ്ങനെ ഈ പിള്ളേരെയൊക്കെ പിടിച്ചെടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു +2 പരീക്ഷയേക്കാൾ എളുപ്പമാണ് കുടുംബജീവിതം എന്ന് ചിന്തിച്ച ഇത്രയും വിഡ്ഢിയായിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ഒരു +2 പരീക്ഷ എഴുതാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? അതിനേക്കാളും എളുപ്പമാണോ കുടുംബജീവിതം? എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നുമില്ല. ഈ ഒരു ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർ പ്രായപൂർത്തിയായ ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവിതമാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. പക്ഷേ ഒളിച്ചോടിപ്പോയി എന്നൊരു വീഡിയോ ഇട്ട് വൈറലായി ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓൺലൈൻ മീഡിയാസിനോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്ത് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തുന്നത്? എന്ത് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവരെയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഈ സമൂഹത്തിൽ എത്ര ആളുകളുണ്ട്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്തുകൂടെ? വെറുതെ എന്തിനാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടെ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്? മറ്റു കുട്ടികളെ ഇൻസ്പയർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു കുട്ടി തന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമാണ്. ആ കുട്ടിയോട് പല ആളുകളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഒളിച്ചോടി പോകുന്ന സമയത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ എടുക്കണമെന്ന് വരെ. അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പലരും ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആവുന്നുണ്ട് എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. പക്ഷേ എന്ന് കരുതി ഇത് കണ്ട് മാത്രമാണ് ആളുകളൊക്കെ ഒളിച്ചോടുന്നത് എന്ന് പറയാനും പറ്റില്ല. കാരണം എല്ലാ കാലത്തും ഒളിച്ചോട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ്. പഠിക്കുന്നതിനേക്കാളും ജോലി വാങ്ങിക്കുന്നതിനേക്കാളും ഒരു പരീക്ഷ പാസ്സാകുന്നതിനേക്കാളും ഒക്കെ സിമ്പിളാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴത്തേക്കും അത് പിന്നീട് ഭാവിയിലേക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ തുടക്കത്തിലെ ഒരു ആവേശത്തിൽ ഇത് വലിയ ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷെ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ അവനവന് തന്നെ സ്വന്തം കാലിലൊന്നും നിൽക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ വരുമ്പോൾ രണ്ടുപേർക്കും ജോലി ഉണ്ടായിട്ട് പോലും ഇന്നത്തെ കാലത്ത് പലർക്കും ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഇപ്പം എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം നാളെ തെറ്റായിട്ട് തോന്നിയേക്കാം. കൗമാരപ്രായക്കാരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവരുടെ വീഡിയോസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് പറഞ്ഞു തിരുത്താനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പ്രായം കൗമാരപ്രായമാണ് എന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രായത്തിലൂടെ തന്നെ കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പറഞ്ഞു തിരുത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പ്രായമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ വൈബൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാകും. പക്ഷെ ഇതിൻ്റെ പിന്നാമ്പുറം എന്ത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയോ ബോധമോ വിവരമോ ഒന്നും ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാവില്ല. ഇനി ആരൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാലും അവർക്കത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും ഈ കൗമാരപ്രായക്കാരല്ലാണ്ട് ഒരാളും എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. ഒരാളും, എനിക്ക് 100% ഉറപ്പാണ്. അവരല്ലാതെ വേറൊരാളും ഇവരുടെ ഈ വീഡിയോസോ അല്ലെങ്കിൽ ഇവരുടെ ഇൻ്റർവ്യൂസോ ഒന്നും തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. ഓൺലൈൻ മീഡിയാസ് എന്തിനാണ് ഈ ഒരു പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വ്യൂസിന് വേണ്ടി തന്നെയാണ്. വ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുമൊക്കെ നിലനിന്ന് പോകുന്നത് എന്ന് കരുതി ഒരു മര്യാദ ഇല്ലയോടോ? ഈ ഒരു 10-17 വയസ്സിൽ പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടി പോവുക, എന്നിട്ടൊരു യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, അത് വൈറലാവുന്നു. ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇവരുടെ ഇതേ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ പല സാഹചര്യങ്ങളെയും മറികടന്നിട്ട് പലതും അച്ചീവ് ചെയ്തിട്ടുള്ള പല കുട്ടികളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരെ വല്ലതും പിടിച്ചുകൊണ്ട് വന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്തുകൂടെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമെങ്കിലും ഉണ്ടാവും. പ്രായഭേദമന്യേ എല്ലാവരും കാണും അങ്ങനെയുള്ള വീഡിയോസ് ആണെങ്കിൽ. ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒരുപക്ഷെ മറിച്ചായിരിക്കും. എന്ത് തന്നെയായാലും കമൻറ്റിൽ രേഖപ്പെടുത്താൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക.